29 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിലെ അക്രമികളുടെ രേഖാചിത്രം പുറത്തുവിട്ട് സുരക്ഷാ ഏജൻസി. ആസിഫ്, സുലൈമാൻ, അബു എന്നിവരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. അതേസമയം ലഷ്കർ ഇ തോയ്ബ കമാൻഡർ കസൂരിക്ക് ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്നും അന്വേഷണ സംഘം. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഇന്നുതന്നെ നാട്ടിലെത്തിക്കും. ജമ്മുകശ്മീരിൽ സുരക്ഷയ്ക്കായി കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാതി, ഓരോ നിമിഷവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് ഇതിലുള്ള പങ്ക് എന്താണ് എന്നതിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തുന്നുണ്ടോ? ലഷ്കർ ഇ തയ്യബയ്ക്ക് ഇതിലുള്ള ബന്ധം അറിയുന്നു. കസൂരിയാണ് സൂത്രധാരൻ എന്നത് അറിയുന്നു. കൂടുതൽ ആളുകളുടെ 3 പേരുടെ രേഖാചിത്രം പുറത്തുവിടുന്നു അന്വേഷണ സംഘം. എങ്ങനെയൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്? എന്തൊക്കെയാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ? അന്ന, ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസിയും അന്വേഷണ സംഘവും അടക്കം പുറത്തുവിടുന്നത്. ഏറ്റവും പുതിയതായി 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ കൂടി സുരക്ഷാ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. ആസിഫ്, സുലൈമാൻ, അബു എന്നിവരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയും നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും കസൂരി തൊയ്ബയുടെ കമാൻഡർ ഉൾപ്പെടെ ഈ ഭീകരാക്രമണവുമായി നേരത്തെ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇത് സാധൂകരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ ഇനി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൂടി ഭാഗത്തു നിന്ന് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സുരക്ഷാ ഏജൻസിയും അന്വേഷണ സംഘവുമാണ് ഇത് സംബന്ധിച്ച് വിട്ടിട്ടുള്ളത്. ഈ അക്രമികൾ ഈ ഭീകരാക്രമണത്തിനായി വിനോദസഞ്ചാര മേഖലയിലേക്ക് കടക്കുമ്പോൾ ഈ ബാക്കിയുള്ള ആളുകളെ അടക്കം വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഇവരുടെ ഹെൽമെറ്റിൽ ക്യാമറയടക്കം ഘടിപ്പിച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയും ഈ ഭീകരവാദികൾ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുമായി കൊല്ലപ്പെട്ട ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 29 പേരുടെ മൃതശരീരം 26 പേരുടെ മൃതശരീരമാണ് ഇതോടകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ 26 പേരുടെയും മൃതശരീരവും ബാക്കി തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയാണ്. അതും കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതശരീരങ്ങൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും ഉദ്യോഗസ്ഥർ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം തന്നെ ശ്രീനഗർ സന്ദർശിക്കുകയും അതിന് പിന്നാലെ ഈ മൃതശരീരങ്ങൾക്ക് ആദരാഞ്ജലി അറിയിച്ചുകൊണ്ട് പെഹൽഗാം ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അതിനു പിന്നാലെ ഈ കുടുംബാംഗങ്ങളെ അടക്കം സന്ദർശിച്ചുകൊണ്ടും ആശുപത്രിയിലെ ചികിത്സയിലിരിക്കുന്ന ഗുരുതരമായി പരിക്കേറ്റവരെയും സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനൊക്കെ ശേഷം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലുകൾ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നിർണായക തീരുമാനങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇത് സംബന്ധിച്ച് ജമ്മു കാശ്മീരിൽ അതിർത്തി മേഖലകളിലടക്കം വലിയ തരത്തിലുള്ള സുരക്ഷാ വിന്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ ജാഗ്രത സൈന്യം നടത്തണമെന്നുള്ള കാര്യവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അന്വേഷണ ഏജൻസികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സജ്ജീകരണങ്ങളും വലിയ ജാഗ്രതയോടുകൂടി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പെഹൽഗാം അതോടൊപ്പം തന്നെ ശ്രീനഗർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ബന്ദിന് ആഹ്വാനം ചെയ്ത് പിന്നാലെ അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതൽ സൈന്യത്തെയും പോലീസിനെയും വിന്യസിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. അന്ന, ഇന്നു തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജമ്മു കാശ്മീരിൽ സുരക്ഷയ്ക്കായി കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. സ്വാതി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.